എൻ്റെ സ്ക്രീൻ കാണുന്നില്ലല്ലോ. Okay, so what and all things we discussed in our last class? ഓർമ്മയുണ്ടോ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തതെന്ന്? എന്തൊക്കെ കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്? ഒന്ന് ആരെങ്കിലുമൊക്കെ റിപ്ലൈ തരൂ. ടോക്കൺ, ഓക്കെ. പിന്നെ ടോക്കൺ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ടോക്കൺ, ലെക്സിയും പാറ്റേൺ ഇതൊക്കെയല്ലേ പറഞ്ഞത്? എനിക്ക് ഞാനൊരു അസൈൻമെൻറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് ഇൻവേസിൽ. അസൈൻമെൻറ്റ് ടെസ്റ്റ് കഴിഞ്ഞ ദിവസത്തെ അവറിൻ്റെ. അത് നിങ്ങളൊന്ന് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യണേ. മൺഡേ ആണ് ലാസ്റ്റ് ഡേറ്റ്. 2 ക്വസ്റ്റ്യൻസ്. ജസ്റ്റ് ഹൗ മെനി ടോക്കൺസ് ആർ ദെയർ, ഏതൊക്കെയാണ് ടോക്കൺസും ലെക്സിംസും ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ ഓക്കെ അല്ലേ? ശരി. സോ വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ടോപ്പിക്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ നമ്മൾ ഏതൊക്കെ ടോപ്പിക്സ് കവർ ചെയ്തു ഓൾറെഡി? നമ്മുടെ ഫസ്റ്റ് മോഡ്യൂളിലോ സിറ്റീസ് ഇപ്പോൾ ഇതിൽ കാണുകയാണെങ്കിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു കമ്പൈലേഴ്സ്, അനാലിസിസ് ഓഫ് സോഴ്സ് പ്രോഗ്രാം, ഫേസസ് ഓഫ് കമ്പൈലർ, കമ്പൈലർ റൈറ്റിംഗ് ടൂൾസ് ഇതുവരെ കവർ ചെയ്ത് കഴിഞ്ഞു. അടുത്തത് ബൂട്ട്സ്ട്രാപ്പിംഗ് ബാക്കിയുണ്ട്. ലെക്സിക്കൽ അനാലിസിസിൽ റോൾ ഓഫ് ലെക്സിക്കൽ അനലൈസർ പറഞ്ഞു. ഇനിയുള്ളത് ഇൻപുട്ട് ബഫറിംഗ്, സ്പെസിഫിക്കേഷൻ ഓഫ് ടോക്കൺ യൂസിങ് റെഗുലർ എക്സ്പ്രഷൻ. ഈ 4 ടോപ്പിക്കാണ് ഈ ഫസ്റ്റ് മോഡ്യൂളിൽ ബാക്കിയുള്ളത്. ഓക്കെ, സോ വിൽ മൂവ് ഓൺ ടു ഇറ്റ്. അത് നമുക്ക് ഇൻപുട്ട് ബഫറിംഗ് തുടങ്ങാം. അപ്പോൾ ലെക്സിക്കൽ, വാട്ട് ഈസ് ദ റോൾ ഓഫ് ലെക്സിക്കൽ അനലൈസർ? വാട്ട് എ ലെക്സിക്കൽ അനലൈസർ വിൽ ഡു? എന്താണ് ലെക്സിക്കൽ അനലൈസറിന്റെ ടാസ്ക്? നേഹ, സിനാൻ, നിതിൻ ബാബു എന്ന് പറഞ്ഞേ, എന്താണ് വാട്ട് ഈസ് ദ റോൾ ഓഫ് ലെക്സിക്കൽ അനലൈസർ? Source program is there, lexical analyzer, sequence of token. So here in lexical analyzer, it will read the source program, produce a lexeme and produce the token, and token will be given as input for the parser, right? This is what we discussed in our last class, right? So this is the role of token. So lexical analyzer has to identify a token. അതാണല്ലോ അതിന്റെ ടാസ്ക് എന്ന് പറയുന്നത്. So how it will identify? What the lexical analyzer will do? Lexical analyzer normally scan the input and how one character at a time. അതായത് നമുക്കിപ്പം int എന്നാണെങ്കിൽ lexical analyzer scan from left to right. This is left to right. One character at a time. First it will scan I, next it will scan N, next it will scan T. Right? It uses, അപ്പോൾ നമുക്ക് ഇങ്ങനെ സ്കാൻ ചെയ്ത് പോകണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു പോയിന്റർ വേണം, റൈറ്റ്? We need a pointer. So here I am using BP, forward pointer, 2 pointers, begin pointer BP and രണ്ട്, അതായത് ബാക്ക്വേർഡ് പോയിന്ററും ഫോർവേഡ് പോയിന്ററും, അങ്ങനെ 2 പോയിന്റേഴ്സ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, BP ആൻഡ് FP എന്ന് പറയുന്ന 2 പോയിന്ററാണ് ഇവിടെ യൂസ് ചെയ്യുക. FB is representing forward pointer, BP is representing backward pointer. ഈ ഫോർവേഡ് പോയിന്ററും ബാക്ക് പോയിന്റ്, ഈ എഫ് പിയും ബി പിയും എന്താ ചെയ്യുക? എഫ് പി എന്ന് പറയുന്നത് ഓരോ തവണ നമ്മളിപ്പോൾ സ്കാൻ ചെയ്ത് പോകുന്ന സമയത്ത് ഒരു ലെക്സീമിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എഫ് ബി യൂസ് ചെയ്യുക, ബാക്ക്വേർഡ് പോയിന്റ്.
ഫോർവേഡ് പോയിന്റർ എഫ് പി എന്ന് പറയുന്നത്. ബി പി എന്ന് വെച്ചാൽ എന്താ ചെയ്യുക, നമുക്ക് നോക്കാം എങ്ങനെ വർക്ക് ചെയ്യുന്നത്. ഇനീഷ്യലി ബോത്ത്, ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഇതാണെന്ന് വിചാരിച്ചോ. ഇൻറ്റ് ഐ കൊമ ജെ, അത് കഴിഞ്ഞു then I equal to j plus 1 and j is equal to j plus 1. ഇതാണ് സ്റ്റേറ്റ്മെന്റ് എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ ബഫറിൽ സ്റ്റോർ ചെയ്യുക? തന്നിരിക്കുന്ന സ്പേസിൽ ഈ തന്നിരിക്കുന്ന സാധനങ്ങൾ ഒരു ബഫറിൽ സ്റ്റോർ ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, ഇൻറ്റ് ഐ കൊമ ജെ സെമിക്കോളൻ ഐ ഈക്വൽ ടു ജെ പ്ലസ് 1, ഐ ഈക്വൽ ടു ജെ പ്ലസ് 1, ജെ ഈക്വൽ ടു ജെ പ്ലസ് 1. ഇതാണുള്ളത്. ഇനീഷ്യലി both pointers point to the first character of the input string as shown below. അപ്പോൾ നിങ്ങൾക്ക് കാണാലോ ഇവിടെ എഫ് പിയും ബി പിയും പോയിന്റ് ചെയ്തിരിക്കുന്നത് എവിടെയാ? രണ്ടും ഐയിലാണ് ഇപ്പൊ പോയിന്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ പറയുന്ന ഓഡിയബിൾ അല്ലാതെ മനസ്സിലാവാണ്ടോ ഇല്ലല്ലോ? ഉണ്ടോ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക്? ഹലോ, റിപ്ലൈ ചെയ്യട്ടെ പിള്ളേരെ? ഓക്കെ ഓക്കെ, ശരി. Okay, so initially both the pointers point to the first character of the input string as shown below. FP and BP are pointing to the same. Now what will happen as a next step? The forward pointer PTR moves ahead to search for the end of the lexeme. നമുക്ക് end of the lexeme എങ്ങനെയാ മനസ്സിലാവുക? ഒരു സീക്വൻസ് ഓഫ് ക്യാരക്ടർ ഉണ്ടെങ്കിൽ അതിന് നടുക്കൊരു വൈറ്റ് സ്പേസ് വന്നു കഴിഞ്ഞാൽ അതൊരു ലെക്സീം ആണ്. അപ്പോൾ ഈ എഫ് പി എന്താ ചെയ്യുക? Forward pointer scans each character ahead to find a white space. Okay, ആദ്യം ഐയിൽ സ്റ്റാർട്ട് ചെയ്തു, നെക്സ്റ്റ് ഇറ്റ് സ്കാനിങ് എൻ, നെക്സ്റ്റ് ഇറ്റ് സ്കാനിങ് ടി. ആഫ്റ്റർ ടി യു ക്യാൻ ഫൈൻഡ് എ വൈറ്റ് സ്പേസസ്, റൈറ്റ്? So forward pointer PTR moves ahead to search for the end of the lexeme. As soon as the blank space is encountered, it indicates the end of that lexeme. So forward pointer FP encounters a blank space, the lexeme int is identified. ഇവിടെ നോക്കി നിങ്ങൾ I N T കഴിഞ്ഞിട്ട് ബ്ലാങ്ക് സ്പേസ് ഉണ്ട് ഇവിടെ. So int is identified here. So FP will move ahead at the white space. When FP encounters a white space, it ignores it and move ahead. Then both the begin pointer and forward pointer are set to the next token. അതെങ്ങനെ വരും നോക്കൂ. നേരത്തെ എഫ് പിയും ബി പി ഇവിടെയാണ് ഉണ്ടായിരുന്നത്, ഒരു ടോക്കൺ ഐഡന്റിഫൈ ചെയ്തു. നൗ ഈ വൈറ്റ് സ്പേസിനെ റിമൂവ് ചെയ്യും. ഇപ്പൊ നേരത്തെ എങ്ങനെ ഉണ്ടായിരുന്നത്? ഫോർവേഡ് പോയിന്റർ ഇവിടെ പോയിന്റ് ചെയ്തു, ബാക്ക്വേർഡ് പോയിന്റർ ഇവിടെ ഉണ്ടായിരുന്നത്. Once it is finding a white spaces, here you can find a white space, so you will remove it and this token is identified in this token. So FP will be moved ahead at white spaces. When FP encounters white spaces, it ignores it and move ahead. Then both the pointers FP and BP, forward pointer and backward pointer, are set to next token. See this? അത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടാവും പിന്നെ എഫ് പിയും ബി പി എവിടെ പോയിന്റ് ചെയ്യുന്നത് നോക്കിയേ? നെക്സ്റ്റ് ടോക്കണിന്റെ സ്റ്റാർട്ടിങ്ങിൽ കണ്ടോ, ഇന്റ് എന്ന് ഐഡന്റിഫൈ ചെയ്തു. ക്ലിയർ ആണോ ഈ പറയുന്നത്? ഓക്കെ. അതിനുശേഷം ഇന്റ് ഐ ഐഡന്റിഫൈ ചെയ്തു. ഇനി അടുത്തത് എന്താ ഉള്ളത്? ഇൻപുട്ട് ക്യാരക്ടർ ഇസ് ദിസ്. സാധാരണയായിട്ട് നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മെത്തേഡാണ് ഉള്ളത്. ഐദർ യു ക്യാൻ റീഡ് ദി ഇൻപുട്ട് ക്യാരക്ടർ from secondary storage, but reading from the secondary storage is actually very costly. That is why we are using the buffering technique. What a buffering technique will do, whatever statement is given, we will store it in a buffer and we will scan it from left to right. Okay, there are two methods used in this context. One is one buffer scheme and two buffer scheme. Okay, അതായത് ഒന്നുകിൽ നമുക്ക് ഒറ്റൊരു ബഫർ, അതായത് ഒറ്റൊരു വലിയൊരു ബഫർ യൂസ് ചെയ്ത് ചെയ്യാം, അല്ലെങ്കിൽ രണ്ട് ബഫർ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ബഫറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ബഫറിംഗ് എന്ന് വെച്ചാൽ എന്താ?
സാധാരണയായിട്ട് ലെക്സിക്കൽ അനലൈസർ ഓരോ ലെക്സീംസിനെ ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റിലേക്ക് സ്കാൻ ചെയ്യുക. അപ്പോൾ എവിടെയാണോ സ്റ്റോർ ചെയ്തിട്ടുള്ളത് അവിടുന്ന് ഓരോന്നും സ്കാൻ ചെയ്ത് ഓരോ ടോക്കൺസിനെ ഐഡന്റിഫൈ ചെയ്യുക. അപ്പോൾ ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ വാട്ട് വി നീഡ് ടു പോയിന്റേഴ്സ്. വൺ ഈസ് ഫോർവേഡ് പോയിന്റർ ആൻഡ് അതർ ഇസ് ബാക്ക്വേർഡ് പോയിന്റർ. Forward pointer will point each character by character at a time. Once it is finding out a open space, or we will call white space, we will remove it and the token is identified. We will move on to the next one. Okay ആണോ? ഈ പറഞ്ഞ കൺസെപ്റ്റ് ഓക്കെ ആണോടാ? ഓക്കെ. ഇനി എന്തൊക്കെ ടൈപ്പ് ബഫറിംഗ് ഉള്ളത്? 2 ടൈപ്പ് ബഫറിംഗ് ഉണ്ട്. ഒന്ന് 1 ബഫർ സ്കീം, അനദർ ഇസ് 2 ബഫർ സ്കീം. Okay. Now see how 1 buffer scheme will work. In 1 buffer scheme, 1 buffer is used to store the input string. But the problem with this approach is that if the lexeme is very long, then it crosses the buffer boundary. To scan rest of the lexeme, the buffer has to be refilled. That makes overwriting. അതായത് നമുക്കിപ്പോൾ വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആണുള്ളതെങ്കിൽ ബഫറിന്റെ സൈസ് ഇപ്പോൾ 10 ആണെങ്കിൽ നമുക്ക് 20 സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യത്തെ 10 ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെയുള്ള 10 ഇവിടെയുള്ള 10 മാറ്റിയിട്ട് ഇതിൽ മേലെ റീറൈറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് എ പ്രോബ്ലം വിത്ത് 1 ബഫർ സ്കീം. അപ്പോൾ in 1 buffer scheme, first point is only 1 buffer is used to store the input. That is the first point. Only 1 buffer that is used in 1 buffer scheme. Then what is the problem with this approach? That is, if the lexeme is very long, then it crosses the buffer boundary. Then in order to identify rest of the lexeme, you have to refill it. That makes overwriting the first lexeme. That is the problem with input buffering. Okay, see this. Int I is equal to I plus 1. അതെങ്ങനെ ഐഡന്റിഫൈ ചെയ്ത് നോക്കുക നിങ്ങൾ? First, forward pointer and backward pointer is there. Int is identified, 1 common space. Then int will be identified as a first token. അല്ലേ? അത് തന്നെ int ഐഡന്റിഫൈ ചെയ്യും. Next, you can find I equal to I plus 1. So this is considered as a second one, right? Here I is identifier, ID1 identifier, ഇത് equal to operator identifier, ID1 plus constant value 1. ഇങ്ങനെയല്ലേ ഐഡന്റിഫൈ ചെയ്യുക. ഇനി 2 ബഫർ സ്കീം ആണെങ്കിലോ? 2 buffer scheme, 1 buffer scheme in the problem there no. Once it is filled, you have to refill it, right? Our 2 buffer scheme to overcome the problem with 1 buffer scheme, this method we are using 2 buffers are used to store the input string. The first buffer and second buffer are scanned alternatively. When the end of the buffer is reached, the other buffer will be filled. 2 ബഫർ യൂസ് ചെയ്യും. ഒന്നിന്റെ എൻഡ് ആയി കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത ബഫർ ഫില്ല് ചെയ്യുക. The only problem with this method is that length of the buffer is longer than the length of the buffer, then scanning input cannot be scanned completely. നമുക്ക് ഓൾറെഡി ഉള്ളതിനെക്കാട്ട് സൈസ് കൂടുതലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇവിടെ റീറൈറ്റിംഗ് പ്രോബ്ലം അവോയ്ഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ വി കനോട്ട് സ്കാൻ ഇറ്റ് കംപ്ലീറ്റ്ലി. ഒന്നിന്റെ പകുതി മറ്റേല് വരില്ലേ? അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യലി രണ്ടും എഫ് പിയും ബി പിയും പോയിന്റിങ് ടു ദ ഫസ്റ്റ് ക്യാരക്ടർ ഓഫ് ദ ഫസ്റ്റ് ബഫർ, നേരത്തേതുപോലെ തന്നെ. ദെൻ വാട്ട് വിൽ ഹാപ്പൻ? അതിനുശേഷം എങ്ങനെ മൂവ് ചെയ്യുക? ഇനീഷ്യലി രണ്ടും പോയിന്റ് ചെയ്യുക ഒരേ സ്ഥലത്തേക്ക്, എഫ് പി ബി പി. After that, initially both FP and BP are pointing to the first character of the first buffer. Then FB moves right. അതിനുശേഷം ഓരോ ക്യാരക്ടർ ആയിട്ട് FB മൂവ് ചെയ്യും. റൈറ്റ് ഇൻ ദ സെർച്ച് ഓഫ് എൻഡ് ഓഫ് ദ ലെക്സിയം. എപ്പോഴാണ് എൻഡ് ഓഫ് ദ ലെക്സിയം കിട്ടുക? ഇപ്പോൾ ഫ്ലോട്ട് എന്നാണെങ്കിൽ FLOAT. ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു വൈറ്റ് സ്പേസ് വരും, റൈറ്റ്? As soon as the blank character is recognized,
the string between FB and BP is identified. അപ്പോൾ ഇവിടെ നോക്കിയേ, ഫ്ലോട്ട് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ FP എവിടെ ഉണ്ടാവുക? ഇവിടെ, റൈറ്റ്? ഇനീഷ്യലി FP ഇവിടെ ആയിരുന്നു. സ്ട്രിങ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ FP എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും? ഇപ്പം FP പോയിന്റ് ചെയ്യുന്നത് ഇവിടെയാണ്. FLOAT. ഇപ്പൊ ഇവിടെയാണ് FP പോയിന്റ് ചെയ്യുന്നത്. BP എവിടെയാണ് പോയിന്റ് ചെയ്യുന്നത്? ഇവിടെ. So once we are recognizing a white space, the string between FP and BP is identified as corresponding token. അപ്പോൾ string between FP and BP ഏതാ? FLOAT. This is identified as a token. So token will be FLOAT. To identify the boundary, first buffer end of buffer character should be placed at the end of the first buffer. സാധാരണയായിട്ട് ഇതിന് ബഫറിന്റെ എൻഡ് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എൻഡ് ഓഫ് ബഫർ എന്ന് പറഞ്ഞിട്ടൊരു കറക്റ്റർ പ്ലേസ് ചെയ്യും. ഓക്കെ, ഇവിടെ എങ്ങനെ സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് ഇൻറ്റ് I equal to I+1, J is equal to J+1, end of buffer. Similarly, end of the buffer is also recognized at the end of the buffer marked in the second buffer also. When this FP pointer encounter end of the file. Hello? 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 ഓക്കെ അല്ലേടാ ഞാൻ പറയുന്നത് നിങ്ങൾക്ക്? ആരും ഒരാളൊന്ന് വൺ ബഫർ സ്കീം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. വൺ ബഫർ സ്കീം എക്സ്പ്ലെയിൻ ചെയ്തേ. Explain ചെയ്യൂ നേഹ, വൺ ബഫർ സ്കീം. Hello? Anyone, please explain. Otherwise, I cannot move forward. Nitin. ഹലോ. പറയടാ, നമുക്ക് എന്തൊക്കെയാ മനസ്സിലായത് ബഫറിംഗില്? വൺ ബഫർ സ്കീം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ പിന്നെ ടോക്കൺ ഉണ്ടെങ്കിൽ അതിന്റെ പിന്നെ നമ്മളെ ബഫറിന്റെ ലെങ്ത് കുറവാണെങ്കിൽ, നമ്മുടെ ടോക്കണിന്റെ ലെങ്ത് കൂടുതലാണെങ്കിൽ അത് ഓവർ റൈഡ് ചെയ്തു. ഓക്കെ, എങ്ങനെയാ ഐഡന്റിഫൈ ചെയ്യുന്നത്? എങ്ങനെയാ നമ്മൾ എങ്ങനെയാ ഐഡന്റിഫൈ ചെയ്യുന്നത് വൺ ബഫർ ടു ബഫർ സ്കീമിന്റെ അത്? നമ്മളെ പോയിന്റേഴ്സ് വെച്ചിട്ട്. ഓക്കെ, ടു ബഫർ സ്കീം ആണെങ്കിലോ? അതിൽ ചെറിയൊരു കൺഫ്യൂഷൻ, അത് കറക്റ്റ് ഇതായിട്ടില്ല. ഈ ഡയഗ്രാം മനസ്സിലായോ നിങ്ങൾക്ക്? എല്ലാരോടും ചോദിക്കുന്നത്, നോട്ട് ഓൺലി വിത്ത് നിതിൻ. വൺ ബഫർ സ്കീമിൽ എങ്ങനെയാണ് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടില്ല നോക്കി. ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് മൊത്തം ഒറ്റയൊന്നിലാണ് ചെയ്തിട്ടുള്ളത് അല്ലെ? വൺ ബഫർ സ്കീം സ്റ്റോറിംഗ് ഇൻ I is equal to I+1, റൈറ്റ്? ഇൻ I is equal to 1. അതിനുശേഷം ഇപ്പം ടു ബഫർ സ്കീമിൽ ഞാൻ ജസ്റ്റ് കാണിച്ചിരിക്കുന്നത് ഇൻ I is equal to I+1 റെസ്റ്റ്. അപ്പൊ അത്രയേ ഉള്ളൂ അതിന്റെ സ്പേസ് എന്ന് പറഞ്ഞാൽ. ബാക്കിയുള്ള ഇനി പുതിയത് വരുന്ന സമയത്ത് എന്ത് വേണം? ഓവർ റൈഡ് ചെയ്യണം. അതിന് പകരം ഞാൻ എന്താ ഇൻ I is equal to I+1 കഴിഞ്ഞിട്ട് J is equal to J+1 കൂടി ഉണ്ട്. അപ്പൊ എന്താ കറസ്പോണ്ടിംഗ്ലി
നെക്സ്റ്റ് ബഫറിന്റെ സ്റ്റാർട്ടിംഗ് ആണ് അവിടെ എഫ് പി വരുന്നത്. നമുക്ക് ഇനീഷ്യലി ബോത്ത് എഫ് പി ആൻഡ് ബി പി ആർ പോയിന്റിംഗ് ടു ഫസ്റ്റ് ക്യാരക്ടർ ഓഫ് ദ ഫസ്റ്റ് ബഫർ. അത് അങ്ങനെ തന്നെയല്ലേ വരിക. ആദ്യം ഇനീഷ്യലി ഇവിടെ എഫ് പി വരും, ഇവിടെ ബി പി വരും, റൈറ്റ്. ഐ എൻ ടി ഇവിടെയാണല്ലോ ലാസ്റ്റിൽ എഫ് പി പോയിന്റ് ചെയ്യാം. അപ്പൊ എഫ് പിന് ബി പിന്റെ ഇടയിലുള്ള സ്ട്രിങ് ഏതാ? ഇന്റ് എന്നുള്ളതല്ലേ. അപ്പോൾ ഫസ്റ്റ് ടോക്കൺ ഐഡന്റിഫൈ ചെയ്തു ഇന്റ്. അതിനുശേഷം ബാക്ക് സ്പേസ് ആണല്ലോ അല്ലേ. അതിനുശേഷം ബാക്ക് സ്പേസ് അല്ലേ വരിക. ബാക്ക് സ്പേസ് വന്നു, അതിനെ റിമൂവ് ചെയ്തു, ബാക്ക് സ്പേസിന് റിമൂവ് ചെയ്തു. അടുത്ത ടോക്കൺ വരുന്ന സമയത്ത് എഫ് പി ഇവിടെ ഐ ഈക്വൽ ടു ഐ പ്ലസ് വൺ. ഇതൊരു സ്റ്റേറ്റ്മെന്റ് അല്ലേ. ഐ ഈക്വൽ ടു ഐ പ്ലസ് വൺ എന്ന് ചോദിച്ചു. അപ്പോ ഇതിന്റെ ഇടയിൽ ബി പിന്റെ എഫ് പിന്റെ ഇടയിൽ വരുന്ന നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാ? ഐ ഈക്വൽ ടു ഐ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ തീർന്നില്ല. എവിടെയാ വരിക? ഒരു സെമിക്കോളൻ കൂടി ഉണ്ട്. ഓക്കെ, അതാണ് പറയുന്നത് ഇനീഷ്യലി ബോത്ത് എഫ് പി ആൻഡ് ബി പി ആർ പോയിന്റിംഗ് ടു ദ ഫസ്റ്റ് ക്യാരക്ടർ ഓഫ് ദ ഫസ്റ്റ് ബഫർ. ഓക്കെ അല്ലേ ഇത്? അതിനുശേഷം then fp move forward to the right end of the right end. fp എങ്ങോട്ടേക്ക് മൂവ് ചെയ്യുക? fp എപ്പോഴും റൈറ്റിലേക്ക് മൂവ്, ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക്. എന്തിനു വേണ്ടിയിട്ടാ? ടു ഫൈൻഡ് ദ എൻഡ് ഓഫ് ദ ലക്ഷ്യം. As soon as a blank space is recognized, the string between fp and bp is identified as a corresponding token, right? അതാണ് സെക്കൻഡ് ടാസ്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ടു ഐഡന്റിഫൈ ദ ബൗണ്ടറി ഫസ്റ്റ് ബഫർ ഏതാ? നമ്മുടെ ഇതാണ് നമ്മുടെ ബഫർ 1, റൈറ്റ്. ഫസ്റ്റ് ബഫർ എൻഡ് ഓഫ് ബഫർ ക്യാരക്ടർ ഷുഡ് ബി പ്ലേസ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഫസ്റ്റ് ബഫർ. ഹലോ. Similarly, end of the second buffer is also recognized by the end of buffer mark present at the end of the second buffer. ഇവിടെ നോക്കി നിങ്ങൾ എൻഡ് ഓഫ് ബഫർ എന്ന് കണ്ടോ? ഇതൊരു ക്യാരക്ടർ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടോ? EOF, എൻഡ് ഓഫ് ബഫർ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ആ EOF എന്ന് പറയുന്ന ക്യാരക്ടർ. ഇതിന്റെ മീനിങ് എന്താ? ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് എൻഡ് ഓഫ് ദ ബഫർ. Okay, when fp encounters the first end of buffer, then one can recognize that is the end of the first buffer. ഇവിടെ ഇത് മാറ്റി വരക്കാം നിങ്ങൾക്ക്. INT ഇവിടെ സ്പേസ് വരും. അതിനുശേഷം I equal to I plus 1, റൈറ്റ്. ഇത് കഴിഞ്ഞല്ലോ. ഫസ്റ്റ് ബഫറിന് എൻഡിൽ എന്ത് വേണം? എൻഡ് ഓഫ് ബഫർ EOF എന്നിട്ട് ഞാൻ അതിന്റെ മീനിങ് എന്താ? ടു ഐഡന്റിഫൈ ദ ബൗണ്ടറി ഓഫ് ദ ഫസ്റ്റ് ബഫർ, എൻഡ് ഓഫ് ബഫർ ക്യാരക്ടർ ഷുഡ് ബി പ്ലേസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഫസ്റ്റ് ബഫർ. അപ്പൊ ഇവിടെ ഒരു എൻഡ് ഓഫ് ബഫറും കൂടെ വേണം. എൻഡ് ഓഫ് ബഫർ എത്തിയാൽ എന്താ അതിന്റെ മീനിങ് എന്താ? ദാറ്റ് മീൻസ് ദാറ്റ് ഇസ് ദ എൻഡ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ വൺ, റൈറ്റ്. അതുപോലെ similarly at the end of the second buffer is also recognized by an end marker at the end of the second buffer. When fp encounters end of buffer, then one can recognize that it is end of the first buffer. Hence, it will start filling up the second buffer. നമ്മൾ എപ്പോഴാണോ ഇവിടെ എൻഡ് ഓഫ് ബഫർ കിട്ടുന്നത് അതിന് ശേഷമാണ് നമ്മൾ അടുത്ത ബഫർ ഫില്ല് ചെയ്ത് തുടങ്ങുന്നത്. നിങ്ങൾക്ക് 2 ബഫർ സ്കീം എന്ന് പറയുമ്പോൾ ഒരു ബഫർ ആദ്യം ഉണ്ടാവും. നിങ്ങൾക്കിപ്പം ഇൻഡ് ഐ ഈക്വൽ ടു ഐ പ്ലസ് വൺ ആണെങ്കിൽ നിങ്ങൾ ഓരോന്ന് ഫില്ല് ചെയ്ത് ഇതിന്റെ എൻഡ് ഓഫ് ബഫർ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ബഫർ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇൻഡ് ഐ ഈക്വൽ ടു ഐ പ്ലസ് വണ്ണിന്റെ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ? സെമി കോളൻ അല്ലേ. അപ്പോൾ സെമി കോളൻ ഇടും. ജെ ഇസ് ഈക്വൽ ടു, ഇപ്പൊ നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണെന്ന് ചോദിച്ചോ, ഇൻഡ് ഐ ഇസ് ഈക്വൽ ടു ഐ പ്ലസ് വൺ, ജെ ഇസ് ഈക്വൽ ടു ജെ പ്ലസ് വൺ. ഓക്കെ, അപ്പോൾ ഇതൊരു സിംഗിൾ സ്റ്റേറ്റ്മെന്റിലാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? നിങ്ങൾ ആദ്യം ഇൻഡ് ഐ ഈക്വൽ ടു ഐ പ്ലസ് വൺ വരെ ആദ്യത്തെ ബഫറിൽ കൊള്ളുന്നുള്ളൂ.
എൻഡ് ഓഫ് ബഫർ എത്തി. അതിനുശേഷം എന്ത് ചെയ്യും? എൻഡ് ഓഫ് ബഫർ ഫോർവേഡ് പോയിന്റർ എൻഡ് ഓഫ് ബഫർ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? സെക്കൻഡ് ബഫറിൽ ഇത് തൊട്ടിട്ടുള്ള ക്യാരക്ടർ ഫില്ല് ചെയ്ത് തുടങ്ങും. സെമിക്കോളൻ ജെ ഈക്വൽ ടു ജെ പ്ലസ് 1 സെമിക്കോളൻ. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ എൻഡ് ഓഫ് ബഫർ. ഓക്കെ ആണോ പറയുന്നത്? ക്ലിയർ ആയോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. അനഘ, അഞ്ജിത, ശ്രീഷ്മ, ജസ്ന, ഫസ്ന. പറഞ്ഞത് മനസ്സിലായ മക്കളെ? ആ ചോദിച്ചോ. ഇത് ആദ്യം ഫില്ല് ചെയ്തിട്ടല്ലേ ടോക്കൺ കണ്ടുപിടിക്കുന്നത്? ഓ ആദ്യം ഫില്ല് ചെയ്തിട്ടല്ലേ ടോക്കൺ കണ്ടുപിടിക്കുന്നത്? അതെ 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 അതെ. എന്നിട്ട് ഇതെങ്ങനെയാ ഫില്ലിംഗ് കംപ്ലീറ്റ് ചെയ്യുക? The same way when the end of buffer is obtained, then indicate the second buffer. അങ്ങനെ തന്നെ ആയിരിക്കും. നമുക്ക് എപ്പോഴാണ് എൻഡ് ഓഫ് ബഫർ കിട്ടുന്നത് അതാണ് സെക്കൻഡ് ബഫറിന്റെ എൻഡ്. അപ്പോൾ സിമിലർലി ആൻഡ് വി വിൽ ഡു ദിസ് ഓൾട്ടർനേറ്റീവ്ലി ബോത്ത് ദ ബഫർ can be filled up until the end of the input program and stream of token is identified. Okay ആണോ? അങ്ങനെ നമ്മൾ ഓരോരോ സ്കീമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് വരും. ശരി. ഇനി ഇതില് ഈ എൻഡ് ഓഫ് ക്യാരക്ടർ ഇല്ലേ, എൻഡ് ഓഫ് ക്യാരക്ടർ എന്ന് പറയുന്നില്ലേ, ദിസ് ക്യാരക്ടർ is introduced at the end is calling sentinel which is used to identify the end of buffer. ചില സമയത്ത് ചോദിക്കാറുണ്ട് what is sentinel. Sentinel എന്ന് വെച്ചാൽ this end of character is introduced at the end of that buffer to indicate that is the end. അതാണ് അതിന്റെ ലാസ്റ്റ് ഐഡന്റിഫൈ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് EOF എന്ന് പറയുന്നത്. അതാണ് സെന്റിനൽ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പൊ ഓരോ ബഫറിന്റെ എൻഡിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു സെന്റിനൽ വെക്കും. ഓക്കെ, സെന്റർ ഓഫ് ഈച്ച് ഓഫ് ദ ബഫർ. ദാറ്റ് ക്യാരക്ടർ ഈസ് EOF എന്ന് പറയുന്ന ക്യാരക്ടർ. ഇതുവരെ ഓക്കെ ആണോടാ? അപ്പോൾ നമ്മളിന്ന് പഠിച്ചത് വോട്ട് അതിൽ രണ്ട് ടൈപ്പ്, വൺ ബഫർ സ്കീമും 2 ബഫർ സ്കീമും വോട്ട് സെന്റിനൽസും. ഓക്കെ അല്ലേ? ഇനിയുള്ളത് ഒരു ബഫർ പെയർ ആണ് പറയാനുള്ളത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനിയുള്ളത് ഒരു ബഫർ പെയർ ആണ്. അത് നമുക്ക് ഒരു ബഫറിനെ രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, സോ പറഞ്ഞേ. ആകാശ്, അഭിനന്ദ്, അയക്കില്ലേ അഭിനന്ദന്? അഭിനവ്, കെ, അദ്വൈത്, അജ്മൽ, അഖിൽ C4,
Present, miss. Present, miss. Present, miss. Present, miss. കേട്ടില്ലേ? Present, miss. അതുൽ, ദേവിക, Present, miss. ദിൽ, Present, miss. ദിൽന, അസ്ന, Present, miss. കാർത്തിക്, Present, miss. സിനൻ, Present, miss. ഇജാസ്, മുഹമ്മദ് ഇജാസില്ല, നഫ, Present, miss. നഫ, നേഹ, Present, miss. നിതിൻ, Present, ma'am. പ്രണവ്, പ്രണവ്സി, റൈസ, റസാന, വിസ്വിൻ, റോഷൻ, Present, miss. സഹലാബി, ശാലാബീന്റെ നെറ്റ് കട്ടായതാന്ന് പറയാൻ പറഞ്ഞു. നേരത്തെ ഉണ്ടായിരുന്നു സഹലാബി. സഹല എൻ, ഉണ്ടായിരുന്നേ. സംഗീത്, ഓക്കെ, സംഗീത്, Present, miss. സാരംഗ്, ഷാരൂൺ, Present, miss. സാരംഗ് ഉണ്ട്, ഷാരൂൺ ഉണ്ടോ? ഇല്ലല്ലോ. ശ്രദ്ധ, വിഷ്ണു, Present, miss. വൈഷ്ണവി, Present, miss. ശ്രീഷ്മ, Present, miss. ഇതാ അഞ്ജിത. ഓക്കെ, അഞ്ജിത കമ്മീഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, ഷിറോണ. ശരി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അസൈൻമെൻറ്റ് തന്നിട്ടുണ്ട്, അതെല്ലാവരും നോക്കണം. ചെയ്തിട്ട് മൺഡേ സബ്മിറ്റ് ചെയ്യണം. മൺഡേ ആകുമ്പോഴത്തേക്കും